ഇന്ന് നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ 250 ml കപ്പിന് 1 കപ്പ് പച്ചരി നല്ലപോലെ കഴുകിയതിന് ശേഷം 2 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. ഇനി ഇതിൻ്റെ വെള്ളം നല്ലപോലെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 കപ്പ് ചോറും പിന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ജാറിലേക്ക് നല്ലപോലെ പഴുത്ത ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം കട്ട് ചെയ്തതും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാവുന്നതാണ്. ഇനി 2 അച്ച് ശർക്കരയിലേക്ക് 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഉരുക്കിയതിന് ശേഷം ചൂടോട് കൂടി തന്നെ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടെ നെയ്യിൽ വറുത്തെടുത്തതും പിന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഒരു കടായി ചൂടായതിലേക്ക് അല്പം നെയ്യ് തടവി കൊടുത്തിട്ട് ഈ മാവിൽ നിന്ന് 1.5 തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി വറുത്തെടുത്ത തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ആയതിന് ശേഷം മറിച്ചിട്ടും വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.